ഹലോ ഹലോ ഹലോ. ഡോക്ടർ ജ്ഞാനേന്ദ്രൻ തന്നെയാ. പറഞ്ഞു. അതിനെന്തറിയോ? ആ അതിപ്പോ സംശയം ഉണ്ടെങ്കിൽ വേഗം പറയണം. OP തുടങ്ങാൻ പോവാ. അതിനെ സംശയം പറഞ്ഞു. അതായതേ ആ ഡോക്ടറിന്റെ ആ ഹോസ്പിറ്റലില്ലേ, ആ ആ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒരു വീട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ടെറസിന്റെ മണ്ടയ്ക്ക് ഒരു സുന്ദരി പെങ്കൊച്ചുണ്ടേ. ആ ഞാനും ആ കൊച്ചുമായിട്ട് ലൈനാണേ. അപ്പൊ ആ വീട്ടിൽ അവരുടെ പപ്പയും മമ്മിയും ജോലിക്ക് പോയോ? എനിക്ക് അങ്ങോട്ട് വരാൻ വേണ്ടിയായിരുന്നു. ഒന്ന് നോക്കിയിട്ട് പറയാമോ? മമ്മി പോയി. പപ്പ ഇറങ്ങിയിട്ട് കുറച്ചു നേരം ആയുള്ളൂ കേട്ടോ. അത് ഉറപ്പാണോ പപ്പ പോയിട്ടില്ലെന്ന്? ഞാൻ ആ കൊച്ചിന്റെ തന്തയാടാ അമ്മനെ കേട്ടോനെ. എന്റെ വീടാ അത് കേട്ടോ. കേട്ടോനെ, നിന്നെ ഇനി എന്റെ കൈ കിട്ടിയാ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കും കേട്ടോടാ. സോറി പപ്പ. അത് ഞാൻ അതിനെ പഠിക്കുവാ. അതെ ജെയിംസേ. ഓ മറ്റേ ഹെഡ് നേഴ്സ് റസീന് പോയോ? അവരിന്ന് ലീവാണല്ലോ സാറേ. ലീവാണോ? ആ ഫാർമസിയിലെ ബിൻസി പോയോ? അവരും ഇന്ന് ലീവാണല്ലോ സാറേ. അവൻ ലീവാ. എക്സ്റേയിലെ ദീപ പോയി കാണുകയല്ലോ അല്ലേ? ഇല്ല, പുള്ളിക്കാരി ലീവാ. അറ്റ്ലീസ്റ്റ് നമ്മുടെ തൂപ്പുകാരി സാറാമ്മ പോവില്ലോ. അവരും ലീവാണല്ലോ. എന്നാ പിന്നെ ഞാനും പോവാ. വെറുതെ എന്തിനാ ഒരു കളറും ഇല്ലാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കണേ. ഏതോ ഒരു വലിഞ്ഞേറി വരുന്നുണ്ട് കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന. കണ്ടില്ലേ? പോക്കോ. അതല്ല, ഞാൻ ഡോക്ടറെ കണ്ടിട്ട് കേട്ടറിവ് ഒരുപാടുണ്ട് ഡോക്ടറെ പറ്റി നാട്ടിലെ. കേട്ടറിഞ്ഞ പോലെ അല്ല, ഡോക്ടർ ജ്ഞാനേന്ദ്രൻ എന്ന സത്യം കേട്ടോ. അതല്ല, ഡോക്ടറെ പറ്റി നല്ല ഇതാണ്, മതിപ്പാണ് ആൾക്കാർക്ക്. എന്നാ വന്നേനാ? ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് OP ടിക്കറ്റ് തന്നിട്ട്. ഇത് കാണിച്ചേ. ഇത് തന്നെ ഇത് അവലോ? അത് അവിടെ നിന്ന് ആ പുള്ളി തന്ന. ഇപ്പൊ തന്ന OP ടിക്കറ്റ് അല്ലോ ഇത്. ഇങ്ങനെയാണോ ഒരു ഹോസ്പിറ്റലിൽ വരുമ്പോ ഇങ്ങനെയാണോ ഡിസിപ്ലിൻ കാണിക്കേണ്ടത് നിങ്ങള്? ഞാനല്ലല്ലോ, നിങ്ങളുടെ ആളല്ലേ അവിടെ നിൽക്കുന്നത്. അത് സുരേഷാ. സുരേഷാ, നീ നേരം വെളുത്തപ്പിന് രണ്ടാമത്തെ മെനകേട ഉണ്ടാക്കി വെക്കണം കേട്ടോ. നിനക്ക് പണിക്ക് നിൽക്കാൻ പറ്റൂല. പോടാ. എടാ നീ നിന്നെ എന്റെ കൺമുട്ടി മുമ്പ് കണ്ടു കഴിഞ്ഞാൽ നിന്നെ മുട്ടുകാലി ഞാൻ തെല്ലുപിടിക്കും കേട്ടോ. ആരാ നിങ്ങളുടെ? എന്നെ പൊന്നു സുഹൃത്തെ, ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ള പയ്യനാ. കഞ്ഞി കുടിക്കാനില്ല. അവന്റെ ജാടയും പത്രാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൻ വലിയ സെറ്റപ്പാന്ന് തോന്നും. എല്ലാം ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇവിടെ ഒരു പണി കൊടുത്തു. അവൻ എന്നെ ഇതിനുമാത്രം പണി എന്നാ എനിക്കറിയാം. അവനിങ്ങനെ ഒരു പേഷ്യന്റ് വരുമ്പോ അവരുടെ പേര് എഴുതുക, അവരുടെ അഡ്രസ് എഴുതുക, അവരുടെ വയസ്സ് എഴുതുക. ഈ OP ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കുക. സുരേഷ പോലാടാ. സുരേഷ പോലാടാ. അതെ, എന്നാ മെനകടാ നിങ്ങൾ? അല്ല സുരേഷ്, നിന്റെ കയ്യിലെ കുഴപ്പമില്ല, പേഷ്യന്റിന്റെ പോയോ? എന്നാ മെനകടാ നിങ്ങളെ കാണിച്ചേണ്ടാന്ന്? ഞാനേ മാസം തികയാതെ പ്രസവിച്ചു. അതിന്റെ അമ്മച്ചി വേറെ തിരക്കിലായിരുന്നോ? അതല്ല, തികയാത്ത മാസം ഉണ്ടല്ലോ. അത് ഫെബ്രുവരി. അപ്പം അതല്ലേ തികയാത്ത ദിവസം? തികയാത്ത 28 ദിവസമല്ലേ ഉള്ളൂ. അയ്യോ അതല്ല, ഉച്ച ഉറക്കാതെ വരത്തില്ലേ? 7ാം മാസത്തിൽ പ്രസവിച്ച. അതേപോലത്തെ. ഇതാണ് എന്റെ പ്രശ്നം. അപ്പൊ എനിക്ക് മറ്റന്നാൾ ഒരു ഇന്റർവ്യൂ ഉണ്ട്. റബ്ബർ ഫാക്ടറിയാ. അപ്പൊ ഒരു 20 മിനിറ്റ് ഇന്റർവ്യൂവിന് വിറയ്ക്കാതെ നിൽക്കണം. അതിന് എന്തെങ്കിലും ഒരു ഗുളിക. അപ്പൊ ഈ ഇന്റർവ്യൂ നടക്കണ വിറയ്ക്കാതെ നിൽക്കണം. റബ്ബർ ഫാക്ടറിയിലാണ്. അപ്പൊ ജോലി കിട്ടിയില്ലേ വലിച്ചോണ്ടിരിക്കുള്ളൂ. അപ്പൊ അതിനാണ് വന്നല്ലേ. പാരമ്പര്യമായിട്ട് ആർക്കും ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളുടെ ഈ അച്ഛൻ, അപ്പൂപ്പൻ, അമ്മൂമ്മ, മുത്തശ്ശി അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അതാണ് എനിക്ക് അത്ഭുതം. നമ്മളൊക്കെയാണ് ഈ ഫാസ്റ്റ് ഫുഡ്. അവർക്കൊന്നും ഫാസ്റ്റ് ഫുഡിന്റെ പ്രശ്നമില്ല. അവിടെ എല്ലാം കൃഷി ചെയ്തെടുക്കുവാണല്ലോ. കപ്പ, കാച്ചിൽ, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം. കഞ്ഞി പപ്പടം ഒക്കെ ആണല്ലോ അവര് കഴിച്ചത്. പപ്പടത്തിന്റെ കൃഷിയുണ്ടോ? ഒരു വിത്ത് കിട്ടാനോ ഉണ്ടോന്നറിയാനോ? പപ്പടം അത് ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഞാനും ഭയങ്കര കോമഡിയാ. ഭയങ്കര കോമഡിയാ. ആണോ? ഞാനൊരു കോമഡി പറഞ്ഞിട്ട്. വേണ്ട നിങ്ങൾ കോമഡി അത് കാര്യം ചെയ്യാം. അപ്പൊ ഒരു കാര്യം, ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് നമ്മളെ നിങ്ങൾ കയറി പോന്നപ്പോ ഒരു നടയില്ലേ, അവിടെ ഒരു വിജയലാഭുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ രക്തം, മലം, മൂത്രം ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നാലേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വിജയലാഭം ഒന്ന് മാറ്റാൻ പറ്റൂ? അതിനാ പ്രശ്നം എന്നാ? വിജയലാഭിൽ എന്റെ ഒരു പഴയ ലൈനാണ് നിൽക്കുന്നേ. അപ്പൊ അവിടെ മുന്നേ ഞാൻ ഈ രക്തം, മലം എന്നൊക്കെ പറഞ്ഞിട്ട് ചമ്മലുണ്ട്, മലമൂത്രമൊക്കെ അവിടെ എടുത്ത് ചെല്ലുമ്പോൾ അതിനെ അവര് ദൂരത്തില്ലേ? ഞങ്ങളുടെ മെഡിക്കൽ എത്തിക്സിനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരാ ഞങ്ങൾ ഇതിന് അങ്ങനെയൊന്നും പോകത്തില്ല കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വിഷയം എന്നാന്നറിയോ? നിങ്ങളുടെ ഈഗോയാണ് വിഷയം. ഈഗോ ഉള്ള ആൾക്കാരെ എനിക്ക് കാണാൻ പാടില്ല. അപ്പൊ കൊള്ളാനാ പറഞ്ഞു കേട്ടോ. അവിടെ തന്നെ പോവാം. ഒരു സെക്കൻഡ്. അതെ, നിങ്ങളുടെ വിഷയം എന്നാന്നറിയോ? നിങ്ങളുടെ ഈ മനസ്സിന്റെ വിഷയമാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സൈക്കാട്രി ഡോക്ടറെ കാണണം. എവിടാ ഡോക്ടർ? തൈക്കാട്ടുശ്ശേരി. ഞാൻ വല്ല പറഞ്ഞോട്ടെ. തൈക്കാട്ടുശ്ശേരിയല്ല, സൈക്കാട്രി ഡോക്ടറെ കാണണമെന്ന്. അപ്പൊ അവിടുന്ന് ഒരു മഞ്ഞ ഗുളി വരും. ഒരു സെക്കൻഡ്.
ആ പൊന്നെ മുത്തേ പറ. എന്നടാ ചക്കരേ, അതാ ഫ്രിഡ്ജിന്റെ അടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതെടുത്ത് കഴിച്ചോ, പൊന്നു കഴിച്ചോ, മുത്ത് കഴിച്ചോ കേട്ടോ. ആ പോകട്ടെ ചക്കര ഉമ്മ പൊന്നെ. ഓ ഡോക്ടറിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 72 വയസ്സുണ്ട്. ഇപ്പൊ ആരെ വിളിച്ചത്? വൈഫാ വിളിച്ചേ. ഈ 72ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് ഭാര്യ മുത്തേ ചക്കര എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നത്? അത്രയ്ക്ക് സ്നേഹമാണോ? സ്നേഹമായിക്കൊണ്ടല്ല, 5-6 മാസമായിട്ട് ഞാൻ എൻ്റെ പെണ്ണുമ്പിള്ളയുടെ പേര് മറന്നുപോയി. പെണ്ണുമ്പിള്ളയല്ലേ, ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ ചക്കര പൊന്നെ മുത്തെന്നൊക്കെ വിളിച്ചാൽ കച്ചിട്ട് ചെയ്ത് പോടാ. അങ്ങനെയൊക്കെ വിടുവല്ലേ? അങ്ങനെ പോടാത്. എന്റെ പോന്നെ സാറേ. അപ്പൊ കാര്യം, വേറെ കാര്യം കേട്ടെ. വെള്ളാടി ഉണ്ടോ? വെള്ളാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഉണ്ട്. അത് നമ്മള് മാറ്റിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. അതിന്ന് വരുന്ന അസുഖമാണോ ഇത്? അങ്ങനെയാണോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്തോരം അടിക്കും നിങ്ങള്? 1 ലിറ്റർ വരെയൊക്കെ അടിച്ചുവിടും. എന്നാ കുടിയാളാവേ. അതെന്താന്നറിയുമ്പോ നമ്മൾ ഈ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ 5 രൂപയുടെ ഷാമ്പു ആണ് കിട്ടുന്നെങ്കിൽ ഞെക്കി പിടിച്ച് നമ്മൾ 5 ദിവസം വരെ വെക്കും. പക്ഷെ 1 ലിറ്റർ സാധനം കിട്ടിയ 1 മണിക്കൂർ നമ്മൾ അതാണ് മലയാളികൾ. ഇതെങ്ങനെയാ തുടങ്ങണെങ്ങനെയാ? തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പ്രസവിച്ച് കഴിയുമ്പോ കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുന്നത് എന്താണ്? സ്വർണ്ണവും വയമ്പും അല്ലേ ഈ ഞങ്ങളുടെ അമ്മമാർ എന്താണെന്നറിയോ? കള്ള എനിക്ക് ഒന്ന് ആദ്യമേ നാക്കിന്റെ എന്നിട്ട് ഇപ്പൊ നമ്മള് അമ്മയെന്ന് വിളിക്കത്തില്ലേ, അതിന് വരെ ഞാൻ റമ്മേന്നാ വിളിച്ചത്. അപ്പൊ അതൊക്കെയാണ് എന്റെ പ്രശ്നങ്ങൾ. സാറേ, ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ഈ മെഡിസിനൊക്കെ ഇത്രയും അസുഖത്തിനുള്ള മെഡിസിനൊക്കെ മേടിക്കാനുള്ള സാമ്പത്തികം എനിക്കൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഡോക്ടർമാർ സ്റ്റിക്കർ ഉണ്ടല്ലോ വണ്ടിയിൽ ഒട്ടിക്കുന്നേ, കാറിലൊട്ടിക്കുന്നത്, അതൊരു സ്റ്റിക്കർ എനിക്ക് തരാമോ? എന്റെ ഒരു വണ്ടി പഴയത് കൊടുക്കാണ്ട്. അപ്പൊ ഡോക്ടറിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ ആണെങ്കിലേ ഡോക്ടറിന്റെ വണ്ടിയാന്ന് പറയാൻ പെട്ടെന്ന് വിറ്റ് വെക്കോളൂ. എന്നാ വണ്ടിയാ? JCB യാ? ഏത് ഡോക്ടറാടാ JCB ഹോസ്പിറ്റലിൽ പോണത്? അപ്പൊ BP നോക്കട്ടെ കേട്ടോ. BP നോക്ക് സാറേ. കാര്യങ്ങളെല്ലാം ചെയ്ത് എങ്ങനെങ്കിലും എനിക്ക് ഈ റബ്ബർ ബോർഡിൽ ഒന്ന് കയറിയാലോ? റബ്ബർ ബോർഡ് കയറി. ഞാൻ BP നോക്കാം കേട്ടോ. എന്താന്ന് വെച്ചേ കയ്യും തീർത്ത് വെക്കാവോ? ഇങ്ങനെ മറ്റേ കോമഡി മത്സരത്തിലൊക്കെ പോകുമ്പോഴേ നല്ല കോമഡി ഉള്ളു. നല്ല കോമഡി അടിക്കും ഞാൻ. നോക്കട്ടെ. സാറിന് ഈ ഓലപ്പരയൊന്നും മാറ്റരുത്, നല്ല പൈസ ഇല്ലേ? ഏതാ ഈ ഓലപ്പരയൊന്നും മാറ്റി വേറൊരു നല്ല കോമഡി ഉള്ളു. പെണ്ണുമ്പിള്ളി ഒന്ന് വിളിച്ചാലോ? വൈകുന്നേരം പറയാം പിടിച്ചോട്ടോ. അനങ്ങല്ലേ? പിടിച്ചോ. എന്ത് കളഞ്ഞ എന്റെ പച്ചപ്പന്ത് കളഞ്ഞോ നിങ്ങള്? പച്ചപ്പന്ത് ഞാൻ കളിച്ചോണ്ടിരിക്കണം. കിട്ടോ? ഇത് ചെറുക്കം കൊണ്ട് തന്നാണ് പച്ചപ്പന്ത്. അത് കളയല്ല, അത് എനിക്ക് ഞാൻ എപ്പോഴും കളിച്ചോണ്ടിരിക്കുന്ന സാധനമല്ലേ അത്. ഇത് ഭയങ്കര ശല്യാണ്. ഹലോ, മരുന്നാ? കുലുക്കി കുടിക്കാനാ? ആയിക്കോട്ടെ. ശരിക്കും കുലുക്കാം. അതിനുള്ള മെഷീനുണ്ട് ഇവിടെ കേട്ടോ. ഇത് പിടിച്ചേ. എന്നാണ്ട് വേറെ വിഷയം? മരുന്നാണ് കുടിച്ചത്. അപ്പൊ ഉണ്ടാവണില്ല അല്ലേ? ഇല്ലില്ല. ഒരാവശ്യത്തിനൊട്ട് കുലുങ്ങുമില്ല, ആവശ്യമില്ലാത്തപ്പോൾ കുലുക്കുകയും ചെയ്യും. അപ്പൊ മൊത്തത്തിൽ ഒന്ന് പരിശോധിച്ചാൽ എന്താ അസുഖം എന്നുള്ളത് മൊത്തത്തിൽ നിന്ന് പരിശോധിക്കണം നിങ്ങൾ. അപ്പൊ ഞാൻ ചെയ്യാം. ഞാനൊരു മരുന്ന് എഴുതിക്കാം. ഒരു മഞ്ഞ ഗുളികയുണ്ട് കേട്ടോ, അത് കഴിച്ചാൽ മതിയാ. അതിന് റിയാക്ഷൻ ഒന്നും ഇല്ലാത്ത മരുന്നാ അത്. റിയാക്ഷൻ ഇല്ലാത്ത എന്താ അതിന്റെ പേരെന്താ? ഇതിൻബാബാന്നാ. ഒരു റിയാക്ഷനും ഇല്ല. കിടക്കാമോ? കിടക്കട്ടെ. കിടക്കട്ടോ. കിടന്നിട്ട് എന്ത് ചെയ്യാനാ? അത് കിടന്ന് പരിശോധന ഉണ്ട്. മൊത്തത്തിൽ നിന്ന് പരിശോധിക്കണം. എങ്ങനെ പരിശോധിക്കാനാ? കിടക്കാം, ഇവിടെ കിടക്കാം. ഈ സുവാളജി ലാബിലെ മാക്രി കിടത്തിയല്ലേ, പിള്ളേർ കിടത്തിയല്ലേ, അങ്ങനെ കിടത്തേ. മരുന്ന് കിടക്കാൻ? മരുന്ന് ഇങ്ങനെ കിടക്കാം. ഇങ്ങനെ കിടക്കാൻ? എന്നാ ഉദ്ദേശിക്കുന്നത്? ഷർട്ടിന്റെ ഇവിടെ വെച്ചോ. മുണ്ടൊന്ന് ലൂസാക്കി കേട്ടോ. മുണ്ടൊന്ന് ലൂസാക്കിയോ. മുണ്ടൊന്ന് ലൂസാക്കി. വേണ്ട, പരിശോധന വേണ്ട. അത് വേണ്ട. അത് വേണ്ട, അങ്ങനത്തെ പരിശോധന വേണ്ട. അതെന്തിന് പരിശോധന? അത് വേണ്ട. പരിശോധിക്കാൻ അവിടെ പോയി കിടക്കാൻ പറ്റുന്നില്ലേ? വേണ്ട. ഒന്ന് പറമ്പോളെ നിങ്ങളുടെ അസുഖം മാറാൻ റബ്ബർ ബോട്ടിൽ ജോലി വേണോ? എന്ന് പറഞ്ഞിട്ട് ഇത്രയും പൈപ്പൊക്കെ എന്റെ ദേഹത്ത് കുത്തിക്കയറ്റി. എന്നാ പ്രാന്തനാ ടെസ്റ്റിന് വിളിച്ചപ്പോ പോയി കിടക്കണോ അവിടെ? പൈപ്പ് കുത്തിക്കയറ്റി എന്ത് പരിശോധന? പൈപ്പോ? ഈടാണ് പോയി കിടക്കാൻ പറ്റില്ല സാർ. ഞാൻ ചോദിക്കാം സാറേ, പൈപ്പ് എടുത്താ എന്തിനാന്നറിയോ?
വെട്ടയില്ലാത്താരനെ കട്ടനൊന്ന് മാറ്റാൻ വേണ്ടിയാ പൈപ്പ് ഇട്ടത്. അതിനായിരുന്നു ആ ഞാൻ വിചാരിച്ചു ഈ പൈപ്പ് വെച്ച് എന്റെ ദേഹത്ത് എന്തോ ചെയ്യാൻ വേണ്ടിയാ. നീ ഉദ്ദേശിക്കണൊക്കെ നിന്റെ മനസ്സിരുന്നാ ഞാൻ സാർ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല ഞാൻ ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സംഭവം എനിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം തരാം. ഒരു മരുന്ന് ഒരു ഗുളിക എഴുതി തരട്ടെ. ഗുളിക കഴിക്കാവോ? ഗുളിയോ വേണ്ട, ഗുളിക വേണ്ട, എനിക്ക് അലർജിയാ. ഗുളിക പ്രശ്നമാ. ഇഞ്ചക്ഷൻ തരട്ടെ? ഇഞ്ചക്ഷൻ പേടിയാ. ഇഞ്ചക്ഷൻ വേണ്ട. അതൊക്കെ അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇഞ്ചക്ഷനും ഗുളിക ഒന്നും അല്ലാതെ. അപ്പൊ ഗുളികയും പാടില്ല, ഇഞ്ചക്ഷനും പാടില്ല. രോഗം മാറണം. റബ്ബർ ബോർഡിൽ ജോലിയും വേണം. റബ്ബർ ബോർഡിലല്ല, എനിക്കിപ്പോ ഈ ഒരു ഇത് വെച്ചിട്ട് എന്ത് ജോലിയാണ് ചെയ്യാൻ പറ്റുന്നത്? തനിക്ക് സ്വദേശത്തും വിദേശത്തും ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്ന ഒരു പണി ഞാൻ തരാം. അത് ഏതാണ് സാർ അങ്ങനെ ഒരു പണി? നാടൻ പാട്ടിന് തകില് വായിക്കാൻ പോക്കണോ? ഇതോ? ആ തന്നെ